ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എസ് മോളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ 4-5 താമ്പൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പോട്ട് ചെയ്യണം. അപ്പം 3 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പോട്ടായിട്ട് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ചെറിയ പോട്ടാണ്. അപ്പം വലിയൊരു പോട്ട് നമുക്കുണ്ട്. അപ്പോൾ അതിനകത്ത് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചാൽ എനിക്ക് സ്പേസ് ഇല്ല. അപ്പോൾ അതിലേക്ക് വേണ്ട നമുക്ക് കുറച്ച് മണ്ണിട്ടിട്ട് നമുക്ക് ചാണകപ്പൊടി ഇടാം. അപ്പോൾ ഇന്നലെ ഞാൻ എടുത്തുകൊണ്ട് വന്ന മണ്ണാണ്. അപ്പം ചെറിയ പോട്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ മതിയെല്ലാം അതിനകത്ത് ഇറക്കിയിൽ വയ്ക്കുന്നത്. അപ്പം 3 കുറച്ച് മണ്ണിട്ടിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, നമ്മുടെ പോട്ട് ചെറുതാണ്. അപ്പോൾ കുറച്ച് ചാണകപ്പൊടി ഇല്ലെങ്കിൽ പിന്നെ ചാണകമൊക്കെ മേളിലോട്ട് വരും. കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ടിട്ട് എല്ലുപൊടിക്ക് പകരം ഞാൻ ഇതാണ് അഗ്രോ ബൂസ്റ്റ് എന്നുള്ള ഓർഗാനിക് മാനുവറാണ്. കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് ഒരു നുള്ള് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇത്ര ഇട്ട് കൊടുത്താൽ മതി നമുക്ക്. അത് 3 കൂടെ ഇട്ട് കൊടുക്കാം. 4-5 നടാനുണ്ട്. ഇപ്പം 3 ചെയ്യുന്നത് കാണിക്കാം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ, പോട്ടായിട്ട് വെക്കുന്നത്. എന്നിട്ട് അതിലേക്ക് വീണ്ടും മണ്ണ് കുറച്ച് 3/4 ഭാഗത്തോളം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ അതിനകത്ത് ഇറക്കിയല്ലേ വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്ത് 3 അതുപോലെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുകളിലാണ് വയ്ക്കുന്നത്. അപ്പം മുകളിൽ കൊണ്ടുപോയിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇപ്പം 5-6 അമ്പലമുണ്ട് എനിക്ക് സെപ്പറേറ്റായിട്ട് വാങ്ങിയത് നടാൻ. അല്ലാതെ സെപ്പറേറ്റ് നടുവാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് നടാനായിട്ട്. എല്ലാം ഒരുമിച്ച് നിൽക്കുവാണ് ചെറിയ പോട്ടുകളിലും എല്ലാം ആയിട്ട്. അപ്പോൾ ഇത് സ്റ്റാൻഡ് എടുത്ത് വെച്ചില്ലെന്ന് വെച്ചാൽ മുകളിലും പിന്നെ പോകണ്ടേ, അതുകൊണ്ടാണ് സ്റ്റാൻഡ് വെക്കാതെ ഇത് കാണിക്കുന്നത്. അപ്പോൾ 3 റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി വെള്ളവും കൂടെ വേണമല്ലോ. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഞാൻ മുകളിൽ കൊണ്ടുപോയിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പം നമുക്ക് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന പോട്ട് ഈ വലിയ പോട്ടാണ്. 3 ഇരിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. 3 അല്ലെങ്കിൽ 4. ഇപ്പം ഞാൻ 3 ആമ്പലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ പോട്ടിലേക്ക് നമുക്കൊന്ന് ആദ്യം ഒന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് ഇറക്കി വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഞാനിത് ആദ്യമായിട്ടാണ്. അപ്പം ലീഫെല്ലാം പുറമേ ഇരിക്കത്തക്ക വിധത്തിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. 3 എടുത്തിട്ടുള്ളൂ. ബാക്കി വേറെ പോട്ടുകളുണ്ട് എനിക്ക്, ചീത്തയായ പോട്ടുകൾ, ചെടിച്ചട്ടിയായിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലെല്ലാം നമുക്കൊന്ന് ഇതങ്ങ് വേര് കുറച്ചങ്ങ് താഴ്ന്നതിന് ശേഷം ആ മണ്ണ് സൈഡിലേക്ക് അങ്ങ് ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ കറക്റ്റായിരിക്കും. ഏത് വെറൈറ്റി ആണെന്നുള്ളതൊന്നും ഇതൊക്കെയാണ് കേട്ടോ. നോക്കാം. അപ്പം അങ്ങനെ പോട്ടുകളെല്ലാം ഒരുപാട് ഒഴിഞ്ഞിരിപ്പുണ്ട്. താഴെയും ഞാൻ താമരച്ച് കേടായ സമയത്ത് ഒരു 10 പോട്ടോളം താഴെ ഉണ്ട്. അപ്പം അതിന് ഇവിടെ വയ്ക്കാനുള്ള സ്പേസും ഇല്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പം നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. 3 ഇരിക്കുകയുള്ളൂ തോന്നുന്നു കേട്ടോ. 3-4 ആണ്. ഈ സൈഡിലൊക്കെ ഈ ലീഫുകൾ ഒതുക്കി വെച്ചിട്ട് വയ്ക്കാം. 4 ഇരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. 4 ഇരിക്കും. പിന്നെ ഒന്നുകൂടെ സെറ്റ് ചെയ്ത് വെക്കണം. അത് പിന്നീട് വയ്ക്കാം. അപ്പോൾ ഈ ലീഫുകളെല്ലാം നമുക്ക് മേളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഇനി ടാങ്കിൽ നിന്നും ആണ് എടുത്തൊഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു ബക്കറ്റിലുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഒഴിക്കാം. എന്നിട്ട് അപ്പോൾ ഇത് നിറയെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. വെള്ളമെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടുള്ള ലീഫുകളെല്ലാം ഇങ്ങനെ ഒന്ന് ശരിയാക്കി ഇട്ട് കൊടുക്കണം. നല്ല ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങ് വളർന്നു. 3 ആയില്ലേ ഇതിനകത്ത്. ഇനി ഒന്നുകൂടെ വയ്ക്കാമെന്ന് തോന്നുന്നു. ഒന്നുകൂടെ വെച്ചാൽ ഒരു പോട്ടിനകത്ത് ഇപ്പം 4 പ്ലാന്റ് ആവുമല്ലോ. സ്പേസ് ഒത്തിരി വേണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഇനി വെള്ളം തെളിയും. കുറച്ചുകൂടെ കഴിയുമ്പോഴേ തെളിയത്തുള്ളൂ. നമ്മൾ ആ പോട്ടിൽ കൂടെ ഒക്കെ ഒഴിച്ചേക്കില്ലേ. അപ്പം ഇനി അങ്ങ് തെളിഞ്ഞോളും. അപ്പം നാളെ നമുക്കറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ബാക്കി ഉള്ളത് ഞാൻ ബാക്കിയുള്ള പോട്ടിലേക്ക് നടുന്നതായിരിക്കും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഓക്കെ, താങ്ക് യു.